കൂട്ടുകാരെ, ഞായറാഴ്ച എന്തുണ്ട് വിശേഷം? ഞങ്ങൾ മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൽ പോവുക. ഇപ്പോഴും അതിരാവിലെ പോകണേ. ഇപ്പം വൈകുന്നേരമായി. വൈകുന്നേരം കൂടെ തന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ച്. ഒത്തിരി ദൂരമുണ്ട് കൂട്ടുകാരെ. ഏകദേശം ഞങ്ങൾ അടുത്തെത്താറായിട്ടുണ്ട്. കണ്ടോ മലയും ഇറക്കവും ആകാശത്ത് കണ്ടോ? എനിക്ക് തോന്നി അമ്പലം ഒത്തിരി ഹൈറ്റിലാണെന്ന്. ഞങ്ങളങ്ങോട്ട് കയറുന്നതിക്ക് ചെവിക്കൊക്കെ ഒന്ന് വല്ലാതെയാണെന്ന്. ഇവിടുത്തെ അപ്പൂപ്പൻകാവ് ഫസ്റ്റ് ഇവിടെ ഞങ്ങളെ തൊഴുവാൻ വന്നത്. ഇവിടെ തൊഴുതത്തെ ദേവിയിലെടുത്തോട്ട് പോകുന്ന ഞങ്ങളെ കൂട്ടി ഞങ്ങൾ ഉണ്ണിക്കണ്ണന് നെറ്റിപ്പറ്റമൊക്കെ ഉണ്ട്. താൻ്റെ ബോർഡ് കണ്ടോ? ഇത് കണ്ടോ കൂട്ടുകാരെ? എവിടെ റംബൂട്ടാനെ വലയിട്ട് നിർത്തിയേക്കുക. അമ്മ നാട്ടിലുണ്ടോ ട്രെയിൻ? അങ്ങനെ ഞങ്ങൾ മലയാളപ്പുഴ ദേവിയുടെ അടുത്ത് എത്തി. ഇത് ഭയങ്കര തിരക്കാണെന്നല്ലോ. ഓ, ഇത് രാവിലത്തെയും കാട്ടിയും തിരക്കാണെന്നല്ലോ. ഞങ്ങളെ അവിടെ ഇറക്കി വിട്ടിട്ട് അച്ഛൻ വണ്ടി എടുക്കാൻ പോയി. അങ്ങനെ കൂട്ടുകാർ ഞങ്ങളെ നല്ലതുപോലെ തൊഴിൽ. കുഞ്ഞിപ്പെണ്ണ് പോകുന്നുണ്ട് അച്ഛമ്മയുടെ തോളെ കയറി. ഇങ്ങോട്ട് വരാനാണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് നല്ല ഇറക്കമൊക്കെ ഇറങ്ങി. എൻ്റെ വക അത് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടേ. എൻ്റെ ഉടുപ്പൊക്കെ കൊള്ളാവ കൂട്ടുകാരെ, ഞാൻ പൊളിയല്ലേ? അയ്യോ, ഇപ്പം കണ്ണി തീ കൊണ്ടേനെ. ഈ അമ്മച്ചിയെ കൊണ്ട് തോറ്റ്. നവരാത്രിയും മണ്ടമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങോട്ട് ഇരുന്ന്. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നിരിക്കാൻ. വണ്ടിയെ മൂകാംബിക അമ്പലത്തിൽ പോയപ്പോൾ ഇതിലേക്ക് മണ്ടമൊക്കെ കണ്ടായിരുന്നു. ഞാനവിടെ കുറേ ഓടിയൊക്കെ നടന്നു. കുറേ സ്ഥലമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കൂട്ടുകാരെ ഞങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ വരുന്ന ദിവസങ്ങൾ ഈ ഹോട്ടലിൽ കയറിയാണ് കഴിക്കുന്നത്. ചൂട് ദോശയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കിട്ടി. കുഞ്ഞിപ്പെണ്ണുമായിട്ട് ഞങ്ങൾ തിരിച്ച് കൊള്ളത്തോട്ട് യാത്രയായി. പോകുന്നവർക്ക് കുറച്ച് പച്ചക്കറി മേടിക്കാൻ കയറി. ഭയങ്കര വിലയായിരുന്നു കൂട്ടുകാരെ. നല്ലൊരു ഞങ്ങൾ കൊല്ലട്ട പച്ചക്കറിയാണ്. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ മേടിച്ച് അവിടെ നിന്ന് യാത്രയായി. അപ്പം എങ്ങനെ കൂട്ടുകാരെ, ബൈ പറയട്ടെ.